ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ഷഷ്ഠസ്കന്ധേ അഥൈകാദശോऽധ്യായ. ശ്രീശുക ഉവാച തയേവം ശംസതോ ധർമ്മം വച പത്യുരചേതസ നൈവാഗൃഹ്ണൻ ഭയത്രസ്താ പലായനപരാ നൃപ വിശീര്യമാണാം മൃതനാമാസുരീമസുരർഷഭ കാലാനുകൂലൈ ത്രിദശൈഃ കാല്യമാനാമനാഥവൽ ദൃഷ്ട്വാ തപ്യത സംഗൃദ്ധ ഇന്ദ്രശത്രുരമർഷിത താൻ നിവാര്യോജസാ രാജൻ നിർഭർസ്യേതമുവാചഃ കിം വ ഉച്ചരിതൈർമാതുർധാവദ്ഭിഃ പൃഷ്ടതോ ഹതൈഃ നഹി ഭീരവധശ്ലാഘ്യോ ന സ്വർഗ്യശൂരമാനിനാം യദിവ പ്രധനേ ശ്രദ്ധാസാരം വാ ക്ഷുല്ലകാ ഹൃദി അഗ്രേ തിഷ്ഠതമാത്രം മേ ന ചേദ് ഗ്രാമ്യസുഖേ സ്പൃഹ ഏവം സുരഗണാൻ ക്രുദ്ധോ ഭീഷയൻ വപുഷാ രിപൂൻ വെനതൽ സുമഹാപ്രാണോ യേന ലോകാ വിചേതസ തേന ദേവഗണാ സർവേ വൃത്രവിസ്ഫോടനേന വൈ നിപേതുർമൂർച്ഛിതാ ഭൂമോ യഥൈവാശനിനാ ഹതാഃ മമർദ്ദപദ്ഭ്യാം സുരസൈന്യമാതുരം നിമീലിതാക്ഷം രണരംഗദുർമദ ഗാം കമ്പയന്നുദ്യതശൂല ഓജസ നാലംബനം യൂഥപതിർ യഥോന്മദ വിലോക്യതം വജ്രധരോത്യമർഷിത സ്വശത്രവേഭിദ്രവദേ മഹാഗതാം ചിക്ഷേപ താമാപതതിം സുദുസ്സഹാം ജഗ്രാഹ വാമേന കരേണ ലീലയാ സ ഇന്ദ്രശത്രുകുപിതോ ഭൃശം തയാ മഹേന്ദ്രവാഹം ഗതയോഗ്രവിക്രമ ജഘാനകുംഭസ്ഥല ഉന്നതൻ മൃധേ തൽക്കർമ്മ സർവേ സമപൂജയൻ നൃപ ഐരാവതോ വൃത്രഗതാഭിമൃഷ്ടോ വിഘൂർണിതോദ്രി കുലിശാഹതോ യഥാ അപാസരദ്ഭിന്നമുഖ സഹേന്ദ്രോ മുഞ്ജന്നഷൃക് സപ്തധനുർഭൃശാർത്ത ന സന്നവാഹായ വിഷണ്ണ ചേതസേ പ്രായുങ്ക്തഭൂയ സഗതാം മഹാത്മാ ഇന്ദ്രോമൃതസ്യന്തികരാഭിമർശവീതോ വ്യഥ ക്ഷതവാഹോവതസ്ഥേ സതം നൃപേന്ദ്രാഹവകാമ്യാരിപും വജ്രായുധം ഭ്രാതൃഹണം വിലോക്യ സ്മരം ശതൽക്കർമ്മനൃശം സമംഹ ശോകേന മോഹേന ഹസൻ ജഗാദ. വൃത്ര ഉവാച ദൃഷ്ട്യാ ഭവാൻ മേ സമവസ്ഥിതോരിപുര്യോ ബ്രഹ്മഃ ഗുരുഃ ഭ്രാതൃഃ ച ദൃഷ്ട്യാ നൃണോദ്യാഹമസത്തമത്വയാ മച്ഛൂലനിർഭിന്നദൃശത് ധൃതാചിരാത് യോ നോഗ്രജസ്യാത്മവിദോ ദ്വിജാദേർഗുരോരപാപസ്യ ച ദീക്ഷിതസ്യ വിശ്രഭ്യ ഖഡ്ഗേന ശിരാംസ്യ വൃച്ഛൽ പശോരിവാകരുണ സ്വർഗകാമാം ഹ്രീശ്രീതയാ കീർത്തിഭിഃ ഉജ്ജിതം ത്വാം സ്വകർമ്മണാ പുരുഷാദൈശ്ച ഗർഹ്യം കൃച്ഛ്രേണ മച്ഛൂലവിഭിന്നദേഹമസ്പൃഷ്ടവഹ്നിം സമദന്തി ഗൃധ്രാ അന്യേനു യേ ത്വേഹമൃശം സമജ്ഞാ യേ ഹ്യുദ്യരാസ്ത്രാ പ്രഹരന്തി മഹ്യം തൈർഭൂതനാഥാൻ സഗണാൻ നിശാദ ത്രിശൂലനിർഭിന്നഗളേര്യജാമി അഥോ ഹരേ മേ കുലിശേന വീര ഹർത്താ പ്രമധ്യൈവ ശിരോ യദീഹ തത്രാ നൃണോ ഭൂതബലിം വിധായ മനസ്വിനാം പാദരജ പ്രപശ്യേ സുരേശ കസ്മാന്ന ഹിനോഷി വജ്രം പുരസ്ഥിതേ വൈരിണിമയ്യമോഘം മാ സംശയിഷ്ഠാനഗതേവ വജ്രം സ്യാന്നിഷ്ഫലം കൃപണാദ്ദേവയാജ്ഞ നന്വേഷ വജ്രസ്തവ ശക്രതേജസാ ഹരേർദധീചേത്തപസാ ച തേജിത തേനൈവ ശത്രും ജഹി വിഷ്ണുയന്ത്രിതോ യതോ ഹരിർവിജയ ശ്രീഗുണാസ്തത അഹം സമാധായ മനോ യഥാഹ സംകർഷണസ്തച്ചരണാരവിന്ദേ ത്വദ്വജ്രരംഭോലുളിതഗ്രാമ്യപാശോ ഗതിം മുനേര്യാമ്യവവിദ്ധലോക പുംസാം ഗിലേകാന്തധിയാം സ്വകാനാം യാ സമ്പദോ ദിവി ഭൂമോ രസായാം നരാദിയദ്വേഷ ഉദ്വേഗ ആധി മതക്കതിർവ്യസനം സംപ്രയാസ
ത്രൈവർഗികായാസ വിഘാതമസ്മൽപതിരുവിധത്തെ പുരുഷസ്യ ചക്ര തതോനുമേയോ ഭഗവൽപ്രസാദോ യോ ദുർലഭോ കിഞ്ചന ഗോചരോന്യൈ അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയ മനഃ സ്മരേതാസുപദേ ഗുണാംസ്തേ ഗൃണീതവാക്കർമ്മ കരോതുകായ നാകപൃഷ്ഠം ന ച പാരമേഷ്ഠ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീരപുനർഭവം വാ സമഞ്ജസത്വാവിരഹയ്യകാംക്ഷേ അജാതപക്ഷ ഇവ മാതരം ഖഗാഃ സ്തന്യം യഥാ വത്സതരാ ക്ഷുധാർത്ത പ്രിയം പ്രിയേവ വിഷിതം വിഷണ്ണ മനോരവിന്ദാക്ഷതിതൃക്ഷതേ ത്വാം മമോത്തമശ്ലോകജനേഷു സഖ്യം സംസാരചക്രേ ഭ്രമദസ്വകർമ്മഭി ത്വന്മായയാത്മാത്മജദാരഗേഹേഷ്വാസക്തചിത്തസ്യ നനാഥ ഭൂയാൽ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഷഷ്ഠസ്കന്ധേ പുത്രസ്യ ഇന്ദ്രോപദേശോ നാമ ഏകാദശോऽധ്യായ. ശ്രീമദ്ഭാഗവതം 6-ാം സ്കന്ധം 11-ാം അധ്യായം. ഏകാദശേതു വൃത്രസ്യ യുധ്യമാനസ്യ വജ്രിണ ഭക്തിജ്ഞാന ബലോദർക്കാ ചിത്രാ വാചോനുവർണിത. ഇന്ദ്രനുമായിട്ട് യുദ്ധത്തിന് പുറപ്പെടുന്ന വൃത്രാസുരന്റെ ഭക്തിജ്ഞാന ബലോദർക്കങ്ങളായ വാക്കുകളാണ് ഈ 11-ാം അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. ശ്രീശുക ബ്രഹ്മർഷി ഉപദേശം തുടരുകയാണ്. വളരെ പരീക്ഷിത്തെ ഇന്ദ്രന്റെ കയ്യിലെ വജ്രായുധ പ്രഭാവത്തെ കണ്ട് പരാജയഭീതിയാൽ യുദ്ധകളം വിട്ട് പിന്തിരിയുന്ന അസുരന്മാർ വൃത്രാസുരന്റെ ഉപദേശങ്ങളെയൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. തന്റെ സൈന്യം, തന്നോടൊപ്പമുള്ള സൈന്യം ചിന്നിച്ചിതറിപ്പോകുന്നത് കണ്ട് സഹിക്കവയ്യാത്ത കോപത്തോടുകൂടി അവശേഷിക്കുന്ന അസുരന്മാരെ തടഞ്ഞു നിർത്തിയിട്ടാണ് പരാജയഭീതിയാൽ യുദ്ധക്കളം വിട്ട് പലായനം ചെയ്യുന്നവരെ പിന്നാലെ ചെന്ന് ആക്രമിക്കുന്ന ദേവന്മാരോട് അവരെ അധിക്ഷേപിച്ചുകൊണ്ട് വൃത്രൻ പറയുകയാണ്, നിങ്ങൾ പ്രാണരക്ഷാർത്ഥം യുദ്ധക്കളം വിട്ടുപോകുന്നവരെ പിന്നാലെ ചെന്ന് നിഗ്രഹിക്കുന്നവരാണല്ലോ. അങ്ങനെ ഭയപ്പെട്ട് ഓടുന്നവരെ കൊന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം? ഭയപ്പെട്ട് നിൽക്കുന്നവരെ, പ്രാണഭയത്താൽ പിന്തിരിഞ്ഞോടുന്നവരെ നിഗ്രഹിക്കുക എന്നുള്ളത് ഒരിക്കലും ശൂരന്മാർക്ക് യോജിക്കുന്ന പ്രവൃത്തിയല്ല. അതൊരിക്കലും ശ്ലാഘ്യോന സ്വർഗ്യ ശൂരമാനിനാം, വീരന്മാർക്ക് ആ സ്വർഗത്തെ പ്രദാനം ചെയ്യുന്നൊരു പ്രവൃത്തിയുമല്ല അത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, യുദ്ധത്തിൽ താല്പര്യമുണ്ടെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യൂ എന്നിങ്ങനെ കോപത്തോടു കൂടിയിട്ടാണ് ആ വൃത്രാസുരൻ പിന്നീട് യുദ്ധക്കളത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ആയിട്ട് മാറുകയാണ്. വൃത്രാസുരന്റെ ഘോരശബ്ദം, തേന ദേവഗണാഹ സർവേ വൃത്ര വിസ്ഫോടനേന വൈ, ഘോരനാദം കേട്ട് ദേവന്മാർ മോഹാലസ്യപ്പെട്ടു വീഴുന്നു. പിന്നീട് ദേവസൈന്യത്തിന്റെ ഇടയിൽ ഒരു മതയാനയെ പോലെ
ഗാം കമ്പയൻ ഉദ്യതശൂല ഓജസാൻ ആലംബനം യൂഥപതിർ യഥോന്മത. ഒരു മതയാന എങ്ങനെയാണോ ഞാണപ്പുല്ല് നിറഞ്ഞ കാടിനെ ആക്രമിക്കുന്നത്, അതേപോലെ ഒരു മതയാനയെ പോലെയാണ് വൃത്രാസുരൻ ദേവന്മാർക്കിടയിൽ പ്രഹരമേൽപ്പിക്കാൻ തുടങ്ങിയത്. ആ വൃത്രാസുരനെ കണ്ടിട്ട് ഇന്ദ്രൻ വൃത്രാസുരന്റെ നേരെ ഒരു ഗദ പ്രയോഗിച്ചു. അതിനെ വൃത്രൻ കടന്നുപിടിക്കുകയും ആ ഗദ കൊണ്ട് തന്നെയാണ് ഐരാവതത്തിന്റെ മസ്തകത്തിൽ പ്രഹരമേൽപ്പിച്ചത്. വൃത്രാസുരന്റെ ഗദാപ്രഹരമേറ്റ ഐരാവതം അകലേക്ക് ഒഴിഞ്ഞു മാറുകയാണ്. ആ മുഖം പിളരുകയും രക്തം ഒലിപ്പിച്ചുകൊണ്ട് കുറേ ദൂരം പിന്നോട്ട് മാറി. വീണ്ടും ആ യുദ്ധം അങ്ങനെ തുടരുകയാണ്. അപ്പോഴാണ് സതം നൃപേന്ദ്രാഹവകാമ്യാരിപും വജ്രായുധം ഭ്രാതൃഹണം വിലോക്യ. വജ്രായുധം ധരിച്ച ഇന്ദ്രൻ തന്റെ സഹോദരനായിട്ടുള്ള വിശ്വരൂപനെ നിഗ്രഹിച്ച ആളാണ്. അങ്ങനെയുള്ള തന്റെ ശത്രുവായ ഇന്ദ്രനെ കണ്ട് ഇന്ദ്രൻ ചെയ്ത ദുഷ്കർമ്മങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുകയാണ്. വൃത്ര ഉവാച ദൃഷ്ട്യാ ഭവാൻ മേ സമവസ്ഥിതോരിപു യോ ബ്രഹ്മഃ ഗുരുഃ ഭ്രാതൃഃ ച. ബ്രഹ്മഹത്യ, ഭ്രാതൃഹത്യ, ഗുരുഹത്യ, എന്തെല്ലാം മഹാപാപങ്ങളെയാണ് ഇന്ദ്ര താങ്കൾ ചെയ്തിട്ടുള്ളത്. അധികം താമസിക്കാതെ ത്രിശൂലം കൊണ്ട് ഇന്ദ്ര നിന്റെ ഹൃദയം കുത്തിപ്പിളർത്തി നിന്നെ നിഗ്രഹിക്കാൻ പോവുകയാണ്. ആത്മജ്ഞാനിയായിട്ടുള്ള, യാതൊരു പാപവും ചെയ്യാത്ത ആ വിശ്വരൂപന്റെ ശിരസിനെ ബലിമൃഗത്തിൻ്റേതുപോലെ അരിഞ്ഞു വീഴ്ത്തിയവനാണ് നീ. നിന്റെ ഈ നിന്ദിതമായ കർമ്മം, കുൽസിതമായ ഈ കർമ്മം സ്വകർമ്മണ പുരുഷാദൈശ ഗർഹ്യം. നരഭോജികൾ പോലും അതിനെ നിന്ദിക്കും. അത്ര നിന്ദ്യമായ കർമ്മമാണ് നീ ചെയ്തത്. അന്യേനു യേ ത്വേഹ നൃശംസമജ്ഞാ യേ ഉദ്യതാസ്ത്രാപരഹരന്തി മഹ്യം. ഹതോ ഹരേ മേ കുലിശേന വീര ഹർത്താ പ്രമധ്യൈവ ശിരോ യദീഹ. ഇന്ദ്ര, ഒന്നുകിൽ നിന്റെ ശരീരം ഇവിടെ മുറിച്ച് പല ഖണ്ഡങ്ങളാക്കി ഭൂതബലിം വിധായ ആ ശരീരഖണ്ഡങ്ങളെ മാംസഭുക്കുകളായിട്ടുള്ള പക്ഷിമൃഗാദികൾക്ക് ഇട്ടുകൊടുക്കും. അഥവാ നിന്റെ കയ്യിലുള്ള ആ വജ്രായുധം ഏറ്റ് എന്റെ ശിരസ് താഴെ പതിക്കുന്നുവെങ്കിൽ ഞാനും മനസ്വിനാം പാദരജപ്രപൽസിയെ, ധീരന്മാരായിട്ടുള്ളവരുടെ പാദധൂളിയെ ഞാനും പ്രാപിക്കും. തന്റെ മുൻപിൽ നിൽക്കുന്ന തന്റെ ശത്രുവിനെ, പ്രതിയോഗിയെ ബഹുമാനിക്കുകയും എന്താണ് തന്റെ മഹാമനസ്കത എന്നുള്ളതും വ്യക്തമാക്കിയിട്ടാണ് വൃത്രാസുരൻ പറയുന്നത്, ജീവിതത്തേക്കാൾ മരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ കയ്യിലുള്ള
വജ്രായുധം പാഴാവില്ല, അത് വ്യർത്ഥമാവില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. നിന്റെ വജ്രായുധത്തിൽ ആ ഭഗവാന്റെ ശ്രീഹരിയുടെ തേജസ്സുണ്ട്, ദധീജി എന്ന മഹാത്മാവിന്റെ തപോബലമുണ്ട്. അതെനിക്കറിയാം. പക്ഷെ നിന്റെ കൈകൊണ്ട് ഞാൻ ഈ യുദ്ധക്കളത്തിൽ മരിച്ചു വീണാലും അതെനിക്കൊരിക്കലും ക്ലേശമായിട്ട് തീരില്ല, എനിക്ക് അനുകൂലമായിട്ട് തീരും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായത്തിന്റെ ഒടുവിലെ 4 ശ്ലോകങ്ങൾ, അത് വളരെ പ്രസിദ്ധമായിട്ട് വൃത്ര ചതുശ്ലോകി എന്ന് അറിയപ്പെടുന്നതാണ്. അതാണിവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വൃത്രാസുരനും ദേവേന്ദ്രനും തമ്മിലുള്ള സംവാദം തുടരവേ വൃത്രാസുരൻ പറയുകയാണ്, അഹം സമാധായ മനോയഥാ സംഘർഷണസ്തരണാരവിദ്ദേ ത്വദ്വജ്രരമഹോലുളിത ഗ്രാമ്യപാശോ ഗതിം മുനേര്യാമ്യപവിദ്ധലോക. ഭഗവാൻ സംഘർഷണമൂർത്തി നൽകിയ അനുഗ്രഹമനുസരിച്ച് ഞാൻ ഭഗവത്പാദത്തിൽ എന്റെ മനസ്സിനെ ഉറപ്പിച്ച്, ഇന്ദ്ര, നിന്റെ കയ്യിലെ ആ വജ്രായുധ പ്രയോഗം കൊണ്ട് അറ്റുപോകുന്ന വിഷയവാസനകൾ, വിഷയബന്ധങ്ങൾ, അതെല്ലാം എന്നെ വിട്ടുപോകുന്നതോടുകൂടി ഞാൻ ഒരു യോഗിയുടെ ഭാവത്തിനെ പ്രാപിക്കും. എന്താണ് തന്റെ ഇഷ്ടദേവതയായിട്ടുള്ള സംഘർഷണമൂർത്തിയുടെ മഹാത്മ്യം? അത് പറയുകയാണ്. ഒരിക്കലും ഭഗവാൻ തന്റെ ഭക്തന്മാർക്ക് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും യാ സമ്പദോ ദിവി ഭൂമൗ രസായ, 3 ലോകങ്ങളിലുമുള്ള സമ്പത്തുകളെ ഒന്നും തന്നെ ഭക്തന്മാർക്ക് നൽകില്ല. അതിന് കാരണം ദ്വേഷ ഉദ്വേഗ ആധിർ മത കലിർവ്യസനം സംപ്രയാസ. അങ്ങനെയുള്ള സമ്പത്തുകളെ കൊണ്ട് വൈരം, മനോവ്യഥ, അഹങ്കാരം, ദുഃഖം, മനപ്രയാസം ഇതൊക്കെ ഉണ്ടാവും. ത്രൈവർഗികായാസ വിഘാതമസ്മൽ പതിർവിധത്തെ പുരുഷസ്യ ചക്ര. ഏകാന്തത്തിൽ ഏകാഗ്രതയോടുകൂടി ഭജിക്കുന്ന ഒരുവന് എന്താണ് സാംസാരികമായിട്ടുള്ള പുരുഷാർത്ഥം, അതിൽ ധർമാർത്ഥകാമങ്ങളെ ഒന്നും അല്ല ഭഗവാൻ നൽകുന്നത്. ആ പരമപുരുഷാർത്ഥമായിട്ടുള്ള നിത്യാനന്ദം അഥവാ മോക്ഷത്തെയാണ് പ്രദാനം ചെയ്യുക. നിന്നെപ്പോലെ ആ സ്വർഗം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഇന്ദ്രനെ പോലെ ഉള്ളവർക്ക് അത് അപ്രാപ്യമാണ്. തുടർന്ന് അങ്ങോട്ട് പറയുന്ന 4 ശ്ലോകങ്ങളാണ് വൃത്ര ചതുശ്ലോകി എന്ന് പ്രസിദ്ധമായിട്ടുള്ളത്. അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയ മനസ്മരേതാസുപദേ ഗുണാംസ്തേ ഗൃണീതവാക്കർമ്മകരോതുകായ. അഹം ഹരേ, ഞാൻ, അല്ലയോ ശ്രീഹരേ, സംസാരക്ലേശങ്ങളെ നശിപ്പിക്കുന്ന അല്ലയോ സർവേശ്വര, തവ പാദൈകമൂലദാസാനുദാസ ഭൂയ ഭവിതാസ്മി. ഭഗവത്പാദങ്ങളെ ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ ദാസന്മാരുടെയും ദാസനായി. ഞാൻ ഭക്തനാണ് എന്ന് അഭിമാനിക്കുന്നില്ല, ഒരു ഭക്തന്റെ ദാസനായിട്ട് തീരണമെന്നും ആഗ്രഹിക്കുന്നില്ല. അവരുടെയും ദാസനായിട്ട് ഇനിയും ഭവിക്കട്ടെ. അല്ലയോ അസുപതേ, പ്രാണനാഥനായിട്ടുള്ള ആത്മനാഥനായിട്ടുള്ള ഭഗവൽ ഗുണങ്ങളെ എപ്പോഴും എന്റെ മനസ്സ് സ്മരിക്കട്ടെ. മനസ്മരേതാസുപദേ ഗുണാംസ്തേ
ഗൃണീതവാക്കർമ്മ കരോതുകായ. എപ്പോഴും എനിക്ക് ഭഗവത് നാമങ്ങളെ ഉച്ചരിക്കാനാവട്ടെ, ശരീരം കൊണ്ട് സത്കർമ്മങ്ങളെ ചെയ്യാൻ കഴിയട്ടെ. ന നാഗപൃഷ്ഠം ന ച പാരമേഷ്ഠ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധിരപുനർഭവം വാ സമഞ്ജസത്വാ വിരഹയ്യകാംക്ഷേ. ഭഗവാനെ വിട്ടിട്ട് ആ ധ്രുവപദത്തെ പോലും, സ്വർഗത്തിന്റെയും ഉപരിസ്ഥിതമായിട്ടുള്ള ധ്രുവപദത്തെ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പാരമേഷ്ഠ്യം, ബ്രഹ്മാവിന്റെ പദവി ഞാൻ ആഗ്രഹിക്കുന്നില്ല. രസാധിപത്യം, അതലം വിതലം തുടങ്ങിയിട്ടുള്ള ബിലസ്വർഗങ്ങളുടെ ആധിപത്യം ഞാൻ ആഗ്രഹിക്കുന്നില്ല. യോഗസിദ്ധികളോ അഥവാ അപുനർഭവം, പുനർജന്മമില്ലാത്തതായ അവസ്ഥയോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അജാതപക്ഷ ഇവ മാതരം ഖഗ സ്തന്യം യഥാ വത്സതരാക്ഷുധാർത്ത പ്രിയം പ്രിയേവ വിഷിതം വിഷണ്ണ മനോരവിന്ദാക്ഷ ദിദൃക്ഷതേ ത്വാം. ഭഗവാനെ, അജാതപക്ഷ ഖഗ മാതരം ഇവ, ചിറകുമുളയ്ക്കാത്തതായിട്ടുള്ള പക്ഷിക്കുഞ്ഞുങ്ങൾ അതിന്റെ തള്ളപ്പക്ഷിയെ കാത്തിരിക്കുന്നത് പോലെ, വിശപ്പടക്കുവാൻ ആ തള്ളപ്പക്ഷി കൊണ്ടുവരുന്ന ധാന്യമണികൾ പ്രതീക്ഷിച്ചിരിക്കുന്ന, ആ അമ്മയുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന പക്ഷിക്കുഞ്ഞുങ്ങളെ പോലെ. ക്ഷുധാർത്ത വത്സതര സ്തന്യം യഥാ, വിശപ്പുകൊണ്ട് വലഞ്ഞ പശുക്കിടാങ്ങൾ, ആ പശുക്കിടാവിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അത് തള്ളപ്പശുവിന്റെ അകട്ടിൽ നിന്ന് പാല് കുടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന പശുക്കിടാങ്ങളെ പോലെ. പ്രിയം പ്രിയേവ വിഷിതം വിഷണ്ണ, പ്രിയതമന്റെ മടങ്ങിവരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രിയതമയെപ്പോലെ. ദൂരെ ദിക്കിൽ പോയിരിക്കുന്നതായ തന്റെ പ്രിയതമൻ മടങ്ങി വരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് കാമാർത്തയായ പ്രിയതമ ആ പ്രിയതമനെ പ്രതീക്ഷിച്ചിരിക്കുന്നതുപോലെ. ഭഗവാനെ, അവിടുത്തെ ദർശനത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. താപത്രയത്താൽ ഗ്രസ്തനായി, കർമ്മപാശത്താൽ ബദ്ധനായി, ഭോഗേച്ഛ കൊണ്ട് ആതുരനായിരിക്കുന്ന ഞാൻ അതിൽ നിന്നുള്ള നിവൃത്തിക്കായിട്ട് ആ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഈ പ്രാർത്ഥനയുടെ വ്യംഗ്യരൂപേണ ഉള്ള താത്പര്യം. പ്രത്യക്ഷത്തിൽ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ, ചിറക് മുളയ്ക്കാത്തതായ പക്ഷിക്കുഞ്ഞുങ്ങൾ, കെട്ടിയിട്ടിരിക്കുന്ന പശുക്കിടാവ്, വിരഹാർത്തയായിട്ടുള്ള പ്രിയതമ, അതെല്ലാം സൂചിപ്പിക്കുന്നത് താപത്രയങ്ങളെ കൊണ്ട് ഗ്രസ്തനായ, കർമ്മപാശത്താൽ ബദ്ധനായ, ഭോഗേച്ഛയാൽ ആതുരനായിരിക്കുന്ന ജീവൻ. മമോത്തമശ്ലോകജനേഷു സഖ്യം സംസാരചക്രേ ഭ്രമദസ്വകർമ്മഭി ത്വന്മായയാത്മാത്മജതാരഗേഹേ ശ്വാസക്തചിത്തസ്യ നനാഥ ഭൂയാൽ. സ്വന്തം പ്രാരബ്ധകർമ്മങ്ങളാൽ ഈ സംസാരചക്രത്തിൽ ഭ്രമണം ചെയ്യുന്ന എനിക്ക് ഭഗവൽ ഭക്തന്മാരിൽ സൗഹൃദമുണ്ടാവണം. മമ ഉത്തമശ്ലോകജനേഷു സഖ്യം, ഉത്തമശ്ലോകന്മാരായിട്ടുള്ള പുണ്യകീർത്തിമാന്മാരായിട്ടുള്ള ഭക്തന്മാരുമായി സൗഹൃദമുണ്ടാവണം. അവിടുത്തെ മായ കൊണ്ട് ഭാര്യാപുത്രാദികളിലും ഗൃഹത്തിലും സമ്പത്തിലും ഒക്കെ ആസക്തന്മാരായി, അങ്ങനെ വിഷയികളായിട്ടിരിക്കുന്ന ജനങ്ങളുമായി അല്ലെങ്കിൽ ആ വിഷയങ്ങളുമായി
എനിക്ക് ആസക്തി ഉണ്ടാവരുതേ, അങ്ങനെയുള്ള ആസക്തി വരാതിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ വൃത്രാസുരൻ ആ യുദ്ധക്കളത്തിൽ സമാധി ഭാവത്തിലേക്കായിത്തീർന്നത്. എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ആ വൃത്രാസുരൻ ഇന്ദ്രന് കൊടുക്കുന്നതായ ധർമ്മോപദേശവും അതിനെ തുടർന്ന് ആ ഭഗവത് ഭജനം ചെയ്തുകൊണ്ട് ആ ഭഗവത് സ്മരണയിൽ മുഴുകിയിട്ടാണ് യുദ്ധകളത്തിൽ സമാധിയെ പ്രാപിച്ചത്. അതിനുള്ള ശ്രീമദ് ഭാഗവതം 6-ാം സ്കന്ധത്തിലെ 11-ാം അധ്യായം ഇവിടെ സമർപ്പിക്കുന്നു. ശ്രീഹരയേ നമഃ.